നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇ.കെ. സമസ്തയ്ക്ക് പിന്നാലെ മലപ്പുറം ജില്ലാ പുനഃക്രമീകരണം ആവശ്യപ്പെട്ട് എ.പി. സമസ്തയും ഇ.കെ. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയപ്പോൾ ജില്ലാ പുനഃക്രമീകരണം അജണ്ടയാക്കാൻ മുഖ്യധാരാ പാർട്ടികൾ തയ്യാറാകണമെന്നാണ് എ.പി. വിഭാഗത്തിന്റെ ആവശ്യം. മലപ്പുറം ജില്ലയ്ക്ക് ആനുപാതികമായ പദ്ധതികളും ഫണ്ടും ലഭ്യമാകുന്നില്ലെന്നാണ് ഇരു സമസ്തകളും വാദിക്കുന്നത്. മലപ്പുറം ജില്ല ജനസംഖ്യാനുപാതികമായി വിഭജിക്കണമെന്ന ആവശ്യം മുൻപും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത അവരുടെ സമ്മേളന വേദിയിൽ അത്തരത്തിലൊരു പ്രമേയം പാസാക്കുകയാണ് ചെയ്തത്. അതായത് ജില്ലയിലെ ജനസംഖ്യ 45 ലക്ഷത്തിന് മുകളിലാണ്. ഇത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വികസനം സാധ്യമാക്കണമെങ്കിൽ 2 ജില്ലയായിട്ട് ഈ ജനസംഖ്യാനുപാതികമായിട്ട് വികസനം കൊണ്ടുവരണമെങ്കിൽ ജില്ല വിഭജിക്കേ തീരൂ എന്നൊരു നിലപാടാണ് സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രമേയമായിട്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് ആദ്യമായിട്ടല്ല സമസ്തയുടെ ഭാഗത്ത് ഈ ഒരു നിലപാടുണ്ടാകുന്നത്. നമുക്കറിയാം, മുൻപ് 1990-കളിൽ യൂത്ത് ലീഗും അതിന് ശേഷം മുസ്ലിം ലീഗും പലവട്ടം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം SDP ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഹർത്താൽ നടത്തുകയും വലിയ ജാഥകൾ നടത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി PV അൻവറും ജില്ലാ വിഭജനത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. കഴിഞ്ഞ മാസം AP വിഭാഗം സമസ്തയും അവരുടെ യാത്രയിൽ ഈ ഒരു ജില്ലാ വിഭജനത്തിന് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം ശ്രദ്ധേയമാകുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് മലപ്പുറം ജില്ലയിൽ വികസനം സാധ്യമാകണമെങ്കിൽ വിഭജിച്ചേ തീരൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സമസ്തയെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അത് ഉൾക്കൊണ്ടേ തീരൂ എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒന്നാണ്, AP വിഭാഗ സമസ്തയുടെ അവരുടെ ഒരു ടേബിൾ ടോപ്പ് സംവാദത്തിൽ ഈ ജില്ലാ വിഭജനം, ജില്ലാ പുനഃക്രമീകരണം അവർ വീണ്ടും ഉന്നയിച്ചു എന്നുള്ളത്. ജില്ലയ്ക്ക് ആനുപാതികമായിട്ടുള്ള വികസനം സാധ്യമാകണമെങ്കിൽ ഫണ്ടും പദ്ധതികളും ഒക്കെ ലഭ്യമാകണമെങ്കിൽ ജില്ല വിഭജിച്ച് തീരൂ എന്നൊരു നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് AP വിഭാഗവും ഇ.കെ. വിഭാഗവും ഒരേ നിലപാട് ഈ ഒരു ജില്ലാ വിഭജന വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലെന്ത് നിലപാട് ഇനി രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഉയരുന്നത്. BJP ഇതിനെ തള്ളിക്കളഞ്ഞ് ഇതിനോടങ്ങനെ രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിന് ഇതേ അഭിപ്രായമുണ്ടെങ്കിലും അവർക്ക് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാൻ പരസ്യമായി സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് UDFന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിന്മേൽ ഇത്തരത്തിൽ ലീഗ് ഒരാവശ്യമായി വന്നാൽ അത് സമ്മർദ്ദം ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഈ ഒരു വിഭജനം പരസ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരെ, പക്ഷേ സമസ്തയെ പിണക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് AP-യും ഇ.കെയും ഒരേപോലെ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അവരെ പിണക്കാനും കഴിയാത്തൊരു സാഹചര്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ വിഭജനത്തെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒരുപക്ഷെ സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തിന് ഇത് കാരണമാകുന്ന പ്രചരണം ഉണ്ടാവുകയും അത് ഇടതുപക്ഷത്തിനും UDFനും LDFനും ഒരുപോലെ തന്നെ ഒരു വെല്ലുവിളിയാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ മൗനം ദീക്ഷിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇനി പരസ്യമായിട്ട് എന്ത് നിലപാടായിരിക്കും ഇവർ ഈ വിഷയത്തിൽ ഉന്നയിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സമസ്തയുടെ നേതാക്കൾക്ക് ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നൊരു ഉറപ്പ് നൽകി ഇതിൽ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കാനായിരിക്കും ഇവരുടെ ഭാഗത്തും നേതൃത്വത്തിന്റെ ഭാഗത്തും LDFന്റെയും UDFന്റെയും നേതാക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്ന സമീപനം എന്ന് വേണം കരുതുവാൻ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുന്നത്, ഇതിൽ ജില്ലാ വിഭജനം വർഗീയമായി കാണേണ്ട എന്നൊരു വിശദീകരണവും സമസ്തയുടെ ഭാഗത്തു നിന്നും ഏറ്റവും അവസാനമായിട്ടുണ്ടായിട്ടുണ്ട്. സത്താർ പന്തലൂർ, അദ്ദേഹം സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹമാണ് ജില്ല വിഭജിക്കണമെന്നല്ല പുനഃക്രമീകരണം നടത്തണമെന്നൊരു ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ ശാസ്ത്രീയ പഠനം നടത്തണമെന്നൊരു ആവശ്യമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്ന എന്നൊരു വിശദീകരണവും അവരുടെ ഭാഗത്തുനിന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാണെങ്കിലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് സമസ്തയുടെ 2 വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആവശ്യം എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, LDFും UDFും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.